ഇത് ഏതെങ്കിലും സ്വകാര്യ ഫ്ളാറ്റ് നിർമ്മാണ കമ്പനിയുടെ പരസ്യ ചിത്രമല്ല. ലൈഫ് പദ്ധതിയുടെ ഭാഗമായി പെരിന്തൽമണ്ണ നഗരസഭയിൽ നിർമ്മാണം പൂർത്തിയാകുന്ന ഭവന സമുച്ചയമാണ്. പാതായ്ക്കരയ്ക്കടുത്ത് ഒടിയൻചോലയിലെ 7 ഏക്കർ സ്ഥലത്താണ് സ്വന്തമായി ഭൂമിയോ വീടോ ഇല്ലാത്ത 400 കുടുംബങ്ങളുടെ ജീവിതം തളിരിടാൻ പോകുന്നത്. ബഹുമാന്യായിട്ടുള്ള മുഖ്യമന്ത്രി ഒരു ഘട്ടത്തിൽ പറഞ്ഞതാണ്, ഒരു മനുഷ്യന്റെ സ്വപ്നങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് വീടാണ്. അപ്പൊ ആ വീടൊരുക്കുക എന്നാണ് ഈ സർക്കാരിന്റെ ഏറ്റവും മാതൃകാ പദ്ധതി എന്ന് മുഖ്യമന്ത്രി പറയേണ്ടായിരുന്നു. അപ്പൊ അതിനെ പരമാവധി സാധൂകരിക്കാം. ഇവിടെ ഈ ഒടിയൻചോല എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഈ ഒടിയൻചോലയിൽ നമ്മൾ 7 ഏക്കറോളം വരുന്ന സ്ഥലം വിലക്ക് വാങ്ങുകയും ചെയ്തു. അങ്ങനെ വിലക്ക് വാങ്ങി ഇവിടെ എങ്ങനെ ഇവർക്ക് വീട് നിർമ്മിക്കണം എന്നുള്ളതിനെ കുറിച്ചുള്ള ആലോചനകൾ പലതലത്തിലും ഞങ്ങൾ നടത്തുന്നുണ്ടായി. അങ്ങനെ നടത്തിയിട്ടുള്ള ഒരു ഘട്ടത്തിലാണ് ലൈഫ് മിഷൻ വരുന്നത്. ലൈഫ് മിഷന്റെ സാധ്യതകളെ പരമാവധി ഉപയോഗപ്പെടുത്താൻ വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചു. ഈ പദ്ധതിക്ക് നിരവധി സവിശേഷതകളുണ്ട്. കുടുംബശ്രീ സംരംഭമായ മാലാഖ സൊല്യൂഷൻസിനാണ് നിർമ്മാണത്തിന്റെ ചുമതല. അതോടെ നിർമ്മാണ ചെലവ് 10 കോടി രൂപയോളം ലാഭിക്കാൻ കഴിഞ്ഞു. 14 മാസം കൊണ്ടാണ് നിർമ്മാണം പൂർത്തിയാകുന്നത്. വിവിധ ഫണ്ടുകൾ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള നഗരസഭാ അധികൃതരുടെ ഭാവനയും ജനകീയ ഇടപെടലും കൊണ്ട് നിർമ്മാണത്തിലെ ഗുണനിലവാരം ഉറപ്പുവരുത്താൻ കഴിഞ്ഞു. 12 ഫ്ളാറ്റുകളുള്ള 32 അപ്പാർട്ട്മെന്റുകളുടെ നിർമ്മാണമാണ് അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുന്നത്. 400 കുടുംബങ്ങൾക്ക് താമസ സൌകര്യം ഒരുക്കുന്നതിന് പുറമെ കമ്മ്യൂണിറ്റി ഹാൾ, റെസിഡൻസ് അസോസിയേഷൻ ഹാൾ, അംഗൻവാടി, ഷോപ്പുകൾ എന്നിവയ്ക്കും സ്ഥലം നീക്കിവച്ചിട്ടുണ്ട്. കുടിവെള്ളം, വൈദ്യുതി, റോഡ് സൌകര്യങ്ങളും സജ്ജമാക്കിയിട്ടുണ്ട്. 2 ബെഡ്റൂം, അടുക്കള, ഹാൾ, ടോയ്ലറ്റ് എന്നീ സൌകര്യങ്ങൾ ഓരോ ഫ്ളാറ്റിലും ഉണ്ട്. നിർമ്മാണ പുരോഗതി നേരിൽ കണ്ട് ദിവസം എണ്ണിക്കഴിയുകയാണ് ഇതിൽ താമസിക്കാനെത്തേണ്ട ഗുണഭോക്താക്കൾ. ഞങ്ങളിപ്പോ ഇത്രയും കാലം വാടകയ്ക്ക് ഞങ്ങൾ താമസിച്ചിരുന്നത് 4500-5000 രൂപയോളം കൊടുത്തിട്ട് ഞങ്ങൾ താമസിച്ചിരുന്നത്. 28 വർഷമായിരിക്കും ഞങ്ങളിപ്പോ വാടകയ്ക്ക് താമസിക്കൽ നടത്തിയപ്പോ ഇപ്പൊ ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു വീട്, ഭയങ്കര സന്തോഷം തോന്നുന്നു. അത്രയും നല്ല സൗകര്യമുള്ള വീടാണ് നമുക്ക് തരുന്നത്. കാരണം നമ്മളൊക്കെ ചെല്ലുമ്പോൾ താക്കോലാണ് തരികയാണ്. പിന്നെ നമുക്ക് അതിലൂടെ പോയിരിക്കേണ്ട താമസമുള്ളൂ, വേറെ ഒന്നും നമ്മൾ ചെയ്യില്ല. മറ്റേ നമ്മൾ 5 സെന്റ് സ്ഥലം നമുക്ക് കിട്ടുകയാണെങ്കിൽ അതിൽ എല്ലാ ഇതിനും നമ്മളും ഇറങ്ങണം, അല്ലെങ്കിൽ നമുക്കൊരു വീടായി കിട്ടൂല. അപ്പൊ ഇത് നല്ലൊരു സഹായമാണ് സർക്കാരിന്റെ കിട്ടിയതും. ജീവിതത്തിൽ ഒരിക്കലും യാഥാർത്ഥ്യമാകില്ലെന്ന് കരുതിയ സ്വപ്ന സാക്ഷാത്കാരം കൺമുന്നിൽ ഉയരുന്നതിലെ സന്തോഷമാണ് ഇവർ പങ്കുവയ്ക്കുന്നത്. ഇവിടെ ജീവിതവും ഉപജീവനവും സുരക്ഷിതമായിരിക്കുമെന്ന ഉറച്ച വിശ്വാസത്തോടെ. നവകേരളത്തിലേക്ക് കരുത്തോടെ 100 ദിവസങ്ങൾ 100 പദ്ധതികൾ.